അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന വചനം മുൻനിർത്തി ഇന്നാട്ടിലെ 100 കൊല്ലം മുമ്പ് ജാതിയും മതമൊന്നും നോക്കാതെ എല്ലാവർക്കും ന്യായം നടത്തിക്കൊടുത്ത ഖാൻ ബഹദൂർ ഇമ്പിച്ചിക്കോയ തങ്ങളെന്ന ആ വലിയ മനുഷ്യന്റെ ഖബറാണിത്. ഇവിടുന്ന് എടുക്കുന്ന തീരുമാനം അത് എന്തായാലും എതിർപ്പില്ലാണ്ട് ഈ ദേശക്കാർ അനുസരിക്കും. തിരിയുണ്ടാ അങ്ങക്ക്? മൊയ്തുട്ടിയാജോട് നമ്മളൊന്നും പറയണില്ല, നിങ്ങൾക്കെല്ലാം അറിയാലോ. നീ പറയ്, നിങ്ങൾ എന്തിനാണ് ഈ ചെക്കനെ തല്ലിയത്? രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. നിങ്ങളെ വല്ലതും കട്ടോ? കക്കാൻ വന്ന് കച്ചവടം എന്ന് പറഞ്ഞ നമ്മളെ പൊരേ കയറി ഇറങ്ങി നമ്മളെ വീടരെ കൈ കയറി പിടിച്ച്. നേരാണ് അബ്ദു ഈ പറയണത്? അത് വളവിക്കാൻ വളക്കാരൻ പിന്നെ കയ്യെ പിടിക്കാൻ പിന്നെ എവിടെ പിടിക്കാ? ഓന്റെ നാക്ക് അന്റെ തൊള്ളയിലാണോടോ? നമ്മക്കറിയാവുന്ന നമ്മൾ പറയും. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, നമ്മൾ ചോദിക്കാം, ഓൻ പറയട്ടെ. ചോദിക്കേ. ഈ നമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാന്. ഈ ആര് പാമ്പ് പിടുത്തക്കാരനാ? വെറുതെ പറയാണെന്ന്, അവിടെ ഒരു പാമ്പ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലും ഉള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കുന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏഴതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ? നെറ്റിമ ഒരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യങ്കാരാവും. എന്തേ പാമ്പ് അയ്യങ്കാരാ? തർക്കം വെക്കാണ്ട കാര്യം പറയുങ്ങള്. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ബസയുള്ള പാമ്പായിരുന്ന ബസ ഇല്ലാത്ത പാമ്പായിരുന്ന? കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ്, ഇത്ര നീളമുണ്ട് ഇത്ര വണ്ണുണ്ട്. നീളത്തിലും വണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ? കൊത്തിയ മയ്യത്താവൂലേ? പക്കെങ്കിലും നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കാഴ്ചകളായി പോയി നോക്കി. നമ്മളെ പൊരയില് നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. പോയി കാണും. അങ്ങനെ തോന്നുമ്പോ വരാനും പോവാനും നമ്മളെ പൊരയും പറമ്പും പാമ്പിന് വലിച്ചു കൊടുത്തിട്ടാ. പാമ്പിന്റെ ഇഷ്ടല്ലേ? നമ്മളെ പൊരയില് പാമ്പ് കേറിയിട്ടില്ല. അറിയാം. നമ്മള് കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്താ വിളിക്കണ്? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ. അയ്യരെ, ഇത് പള്ളിപ്പറമ്പ, സൂക്ഷിച്ച് വർത്താനം പറയണം. ഈ നാട്ടിലൊരാളെ കച്ചവടത്തിന് വന്നു, ആ കച്ചവടങ്ങൾ ഇല്ലാണ്ടാക്കി ഓന്റെ പണിക്കാരൻ നിങ്ങൾ തല്ലി, ഓന് പാർക്കാൻ പെര കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും ആരെയും തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല. മൊയ്തൂട്ടിയാജിക്ക് മാത്രമല്ല ഈ നാട്ടിൽ പൊരയും പറമ്പുള്ളത്. അബ്ദുൽ ഉസ്മാനും തങ്ങാനുള്ള പൊര നമ്മൾ കൊടുക്കും. അയ്യരെ, എല്ലാം കേട്ടിട്ടൊരു തീരുമാനം നമ്മൾ പറയാം. അബ്ദുലും ഉസ്മാനും ഇന്നാട്ടിലെ നിയമം തെറ്റാണ്ട് നടക്കുന്നിടത്തോളം കാലം ഇവിടെ എന്ത് കച്ചവടവും ചെയ്യാം. കാരണവന്മാരെന്ത് പറയണ? മുസ്ലിയാര് പറയണതാ അതിന്റെ ശരി. ഇതാണോ നിങ്ങളെ ന്യായം? അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഇപ്പൊ നിങ്ങളോട് ഒന്നും പറയാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞമ്മക്കറിയാം. വരീടാ. ഈ നാട്ടിൽ നിക്കണതൊക്കെ കൊള്ളാം, പക്ഷെങ്കിലേ മൊയ്തൂട്ടി ആജിന്റെ പൊരയിലോ പറമ്പിലോ നിങ്ങൾ രണ്ടാളിനി കേറിയെന്നോ മറ്റോ നമ്മൾ അറിഞ്ഞാലേ ഓ പറയണതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പിന്നെ ഈ നാട്ടിൽ നിർത്തൂല. കാര്യമൊക്കെ ശരി തന്നെ. മൊയ്തുട്ടിയാജോടുള്ള വൈരാഗ്യം കൊണ്ടാ അന്നോട് ഇവിടെ കൂടിക്കോളായി കലന്തരാജി സമ്മതിച്ചത്. പക്ഷേങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മക്കറിയണം. കച്ചവടത്തിന്. ഈ എന്ത് കച്ചവടം നടത്താൻ പോണേ? അതാണ് നമ്മൾ ആലോചിക്കണെന്ന് പറഞ്ഞില്ലേ? ഈ എന്ത് പണ്ടാറ ആലോചിക്കണെന്നാ നമ്മൾ ചോദിക്കണേ? നമ്മൾ പറയത്തേക്ക മുണ്ടാണ്ട് എന്റെ ഓട്ട ബായി മൂടി അവിടെ കണക്ക് കുത്തിയിരുന്നോ? അപ്പൊ എന്തോ കാര്യമുണ്ട്. ഈ എന്തിനാ പേടിക്കണേ? എന്തു കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളി, നമ്മളെല്ലാം എന്റെ കൂടെ ഉണ്ട്. കച്ചവടത്തിനാന്ന് പറഞ്ഞില്ലേ? വളക്കച്ചവടം മരക്കച്ചവടം നടത്തി പൊളിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്താ പുതിയ കച്ചവടം? പോലെ കച്ചവടം അതിവിടെ പറ്റൂല, അത് നമ്മളെ ബിസിനസ്സാ. ഇവിടെ ആരും ചെയ്യാത്തൊരു കച്ചവടം നിങ്ങൾ പറയും, നമ്മൾ അത് ചെയ്യാം. ഈ ദുനിയാവിൽ ഇത്ര അധികം സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ തന്നെ വന്ന് കച്ചവടം ചെയ്യണമെന്ന് എനക്കെന്താ ഇത്ര വലിയ വാശി? അതാ പറഞ്ഞ ഇതിൽ വേറെ കാര്യമുണ്ടെന്ന്. എന്തായാലും തുറന്നു പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ഇനി നമ്മൾ കൂടെ നിൽക്കൂല. പറയിക്കെങ്കിൽ സ്നേഹിച്ചു പോയിന്ന്. ആര്? മൊയ്തൂട്ടി ഹാജിന്റെ ബീവി ആമിനെ ഞമ്മടൊക്കെ സ്നേഹിച്ചു പോയി. ഹറാം പറഞ്ഞേ, വേണ്ടാത്തത് ബാ തുറക്കരുത് പറഞ്ഞിട്ടില്ലേ? അടിച്ചെന്റെ കർണക്കുറ്റി പൊട്ടിക്കും. ഒരിക്കൽ ചാവാൻ കിടന്നപ്പോ താകെടുത്ത് വെള്ളം തന്ന കൈയല്ലേ, ആ കൈ കൊണ്ട് കൊല്ലേ 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 കൊല്ലേ. അപ്പൊ മൊയ്തുട്ടി പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ടല്ലേ? എന്ത് ധൈര്യത്തിലായി വെല്ലന്റെ പെണ്ണിനെ കയറി സ്നേഹിക്കണ്? ഇതെങ്ങാനും പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നടക്കാൻ പോണ പോയിൽ എന്താണെന്ന് അനക്കറിയോ? മോനെ അദ്ദു, ഇജ്ജ് അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങിക്കളാ. മൊയ്തുട്ടിയുടെ പെണ്ണിന്റെ മേലെ വെച്ച പൂതി അങ്ങോട്ട് മറന്നാളാ. അത് അന്റെ തടിക്കും ഞമ്മക്ക് നല്ലത്. ഇല്ല, മറക്കാൻ പറ്റില്ല. ഇജ്ജ് മറക്കണം. പറ്റില്ല. ഓള് മെയ്തട്ടിന്റെ പെണ്ണല്ല, എന്റെ പെണ്ണ. ഓർമ്മയുള്ള കാലം മുതല് നമ്മുടെ കൽവിൽ വരച്ചിട്ടതാ ഓളുടെ പടം. അത് മായൂല. മായണമെങ്കില് ഈ അബ്ദുൽ ചാവണം. ഓള് എന്റെ മാത്രം. അബ്ദുലിന്റെ ആമനെ, അബ്ദുലിന്റെ ആമനെ. എവിടേക്കാ ഈ പായണേ?
നല്ലോണം വൈകി. ഇനി പോരെ ചെന്ന് ഉമ്മാനോട് 1000 കുളൂസ് പറയണം. ഉമ്മാന്റെ കാര്യം ഈ വിട്ടേക്ക്. ഈ അബ്ദുവിന്റെ കൂടെ ആയിരുന്നു പറഞ്ഞാൽ ഒരു പെരുത്ത സന്തോഷാവുള്ളൂ. പിന്നെ ആണൊരുത്തന്റെ കൂടെ ഒരു ചുറ്റണല്ലേ. ഉമ്മാക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വർത്താനം. ഉമ്മാക്ക് അബ്ദുവിനെ പെരുത്ത് ഇഷ്ട. പണ്ട് അന്നയും കുട്ടി സ്കൂളിൽ പോകുമ്പോ എന്നും ഉമ്മ വിളിച്ചു പറയായിരുന്നു, അബ്ദു ഇജ്ജന്റെ ആമിനാനെ നോയിക്കോണേന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഒലക്ക. മില്ലി ഇനി എത്ര കണ്ടി മരം ഇറക്കാൻ ബാക്കിയുണ്ട്? ഒരു 30 കണ്ടി ഉണ്ടാവും. അതാരാ? അന്റെ ഉപ്പാപ്പ നടക്കൂ? തങ്ങളെ പെരക്കുള്ള തടി മുയിമ കൊടുത്തയച്ച? ഇല്ല. എന്തേ? അല്ല, മലയിലെ തെരപ്പം വരട്ടെന്ന് വിചാരിച്ചിട്ട്. ഇജ്ജെന്നെ മക്കാറാക്ക? കുറച്ചു മുമ്പ് എന്റെ മുഖത്ത് ചെറിയ ചോപ്പൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എവിടെ പോയി? ആദ്യം അവനവന്റെ പണി ചോവിനും ചേരലും ചെയ്യ്. അത് കഴിഞ്ഞിട്ട് മതി പെണ്ണുങ്ങളെ പുറകെ കൊഞ്ചാനും കൊയ്യാനും പോണത്. കഴിഞ്ഞ തവണ ഈ അംസയും കുഞ്ഞമ്മതും കൂടി ഇറച്ചിക്കാരൻ മജീന്റെ ചന്തയിലിട്ട് വെട്ടിപ്പോ എത്ര ആളാ നോക്കുന്നത്? എന്നിട്ടും പോലീസുകാരൻ സാക്ഷിക്കാരന് കാല് പിടിച്ച് ഞാൻ ഇവരെ രക്ഷിച്ചതാ. പക്ഷെ ഇത്തവണ അവൻ പോലീസുകാരനെ കുത്തിക്കൊന്നിരണം. പാട്ടത്തിന് കൊടുത്ത പറമ്പിൽ ഓനോടാരാ പൊര വെച്ച് കിട്ടാൻ പറഞ്ഞത്? ഇവൻ ചോദിക്കാൻ നിന്നപ്പോ കത്തിയെടുത്ത് ചാടിയിരിക്കണ്. കുത്താൻ വരുന്ന പോത്തിന്റെ അടുത്ത് വിവരം പറഞ്ഞ നിൽക്കുവോ? അതൊക്കെ നിങ്ങളുടെ കഥ. കോടതിയുടെ കഥ വേറെയാ. എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഈശ്വരൻ നിശ്ചയിക്കണ മാതിരിയാ. അന്റെ ഈശ്വരനല്ലല്ലോ, ജഡ്ജിയല്ലേ തീർപ്പ് പറയേണ്ടത്. അയാളുടെ പേരാ ഞാൻ പറഞ്ഞത്, ഈശ്വര അയ്യരെ. നിങ്ങളോട് നമ്മൾ ആ ബീരാന്റെ പേരിൽ ബക്കാലത്ത് അയക്കാൻ പറഞ്ഞല്ലേ സ്വാമി? ദാ വന്നിരിക്കണു നിങ്ങളുടെ മകൻ ഉമ്മറ. അവനാ പറഞ്ഞ എന്നോട് കേസ് കൊടുക്കണ്ടത്. ഓൻ എന്തിനാണ് ഈ വേണ്ടാത്ത പണിയെന്ന് ചോദിക്ക്. എളാപ്പ, മരക്കച്ചവടം ബാപ്പാന്റെ നമ്മളേറ്റപ്പോ പഴയ കണക്കെല്ലാം പറഞ്ഞ് തീർപ്പാക്കിയതാ. അതിൻ്റെ ഉള്ളിൽ പെടുത്തിയിട്ടുണ്ടല്ലോ ബീരാന് കൊടുക്കേണ്ട ഈ കായും. ഞമ്മളും ബീരാനും കൂടെ എല്ലാം പറഞ്ഞ് വെടിപ്പാക്കിയിരിക്കുന്നു. പിന്നെന്തിനാ ബാപ്പാക്ക് ഈ കേസും കൂട്ടും? എന്നാലും വലിയ ഏർപ്പാടാക്കിയതിന് ഈ എതിരിക്കാൻ പറഞ്ഞോ പറ. എന്തെതിരാക്കിയതാ കുഞ്ഞളാപ്പ? ഇപ്പൊ ഉള്ള കേസ് നടത്തിക്കൊണ്ടുപോകാൻ തന്നെ ബാപ്പാടെ കായിണ്ട. വക്കീലും കോടതിക്കും കൊടുത്തു തന്നെ ഒരേടവും പറമ്പൊക്കെ വല്ലവന്റെ കീശയിലായില്ലേ. ഇനി എന്താ ഇവിടെ വിൽക്കാൻ ബാക്കി? ഈ പൊരയും പത്രാസോ അത് തന്നെയല്ലേ ഉള്ളൂ. ഓനോട് പറയാ നമ്മുടെ ബാപ്പാണ്ടാന്ന്. ഇവൻ ചെയ്യണ ചെയ്തല്ല ശരിയാണെന്ന് ചോദിക്കും. ആ എണ്ണക്കാരൻ മൈമതിന്റെ മോട പിന്നാലെ ചുറ്റണത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയും. മടപ്പുള്ളിക്കാരുടെ മൊസറുകളുടെ പണിയാണ് ഓ കാട്ടുന്നത്. ചോദിക്ക്. മുത്തുബീനെ ഉമ്മർ കിട്ടുന്നുണ്ട്. മണപ്പുള്ളിയുടെ മൊസറ് പോവെങ്കിൽ ഈ ഉമ്മർ മണപ്പുള്ളിയിൽ അല്ലെന്ന് കൂട്ടിക്കൊള്ളി. അല്ലേലും ഉമ്മാനെ കരുതിയിട്ടാ നമ്മൾ ഈ പുരയിൽ കാലെടുത്ത് കുത്തുന്നത്. നിങ്ങൾ എളാപ്പുകാർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം കൊണ്ടാ നമ്മൾ ഈ ബാപ്പാന്റെ കോപ്രായങ്ങളൊക്കെ സഹിക്കുന്നത്. നിർത്താൻ പറയോ ഓന്റെ ന്യായം പറച്ചില്? നമ്മളെ മയ്യത്തെടുക്കും വരെ എണ്ണക്കാരന്റെ മോളെ ബീഡറാക്കാന്നുള്ള ഇവന്റെ പൂതി വേണ്ടാന്ന് പറഞ്ഞ കലകുട്ടി. അതിന് ബാപ്പാന്റെ ബാക്കിയെങ്കിൽ നമ്മളൊരു ബാക്ക് പറഞ്ഞ ബാപ്പയും മോനും കൂടി ബൈക്ക് ഉണ്ടാക്കിയിട്ട് ബയ്യാണ്ട് കിടക്കണ ഇത്താത്തനെ ബസ്സിപ്പിക്കണ്ട. കയറി പോകത്തേക്ക്. ഇത്തറവാട്ടിൽ ആകെയുള്ള ഒരു ആൺകുട്ടിയാ. ഓനല്ലാണ്ട് വേറെ നമുക്ക് ആരാ ഉള്ളത്? ആ ബിസാര ഹറാൻ പറഞ്ഞൊന്നുമില്ലല്ല. ഈ ഹംസയും കുഞ്ഞാമതും കൂടെ തലേ കയറ്റിയിരുന്നിട്ട് അവൻ ഇങ്ങനെ പിടക്കായത്. നിങ്ങൾ തന്നെ പറഞ്ഞോളി ഈ നിക്കാതെ നടക്കൂല്ലെന്ന്.